ഇന്ന് നിങ്ങൾ തമിഴിൽ കണ്ടാൽ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ കഴിച്ചു. അപ്പോൾ നമ്മൾ അതിന് ഡെക്കറേഷനൊക്കെ ചെയ്യാൻ ഇവിടെ ബലൂണെല്ലാം എടുത്ത് വെച്ച് ഞാൻ കാണിച്ചു കേട്ടോ. കണ്ട ബലൂണെല്ലാം എടുത്ത് വെച്ചിന്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ഫലൂദ് ഉമ്മ ഉണ്ടാക്കി തന്നെ. അപ്പോൾ അത് കുടിക്കാം കേട്ടോ. നല്ല കട്ടി ഇതൊക്കെ ചെയ്യാനുണ്ട്. ഇതൊക്കെ ഇതാൻ്റെ സെലക്ഷന്. ഗൈസ് പിന്നെ ഈ പറയുന്നത് എന്താ വെച്ചാൽ ഇത് മൊത്തം ഞാൻ ഊതിയ സത്യമാണ്. മൊത്തത്തിൽ ഞാൻ തന്നെ ഊതിയത് ഏകദേശം ഫുള്ള് ഞാൻ ഊതിയത്. അത് വെറുതെ നോക്കി ബാക്കിയുള്ളതിനൊന്നും കിട്ടില്ല. ഇത് ഹാപ്പി ബർത്ത്ഡേ ഇതെല്ലാം ഒപ്പരം നോക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ ആക്കാറുണ്ട്. നമ്മൾ ഇവിടെ തൂക്കാൻ വേണ്ടി ബോ ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ റിബൺ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഇതിൻ്റെ തീർന്നിട്ട് അപ്പോൾ ഇത് കണ്ടത് കുറേ ബോ നമ്മൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഓരോന്ന് ബാക്ക്ഗ്രൗണ്ട് ടി വി ടച്ച് ഇവരോട് ഓഫാക്കാൻ മറ്റേ ഓഫാക്കാൻ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഇതിനിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കാൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിനെ ഇതെല്ലാം എടുത്താണ്. പിന്നെ ഗൈസ് ഇത് ചെയ്തു. ഇത് ചെയ്യുന്ന കാണുമ്പോൾ പോലൊന്നും അല്ല ഗൈസ്. നമുക്ക് രണ്ടാൾക്കും ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല ഇത് എങ്ങനെ ചെയ്യണം, എന്താക്കണം, ഒന്നും ആക്കണം, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല നമുക്ക്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ സാധാരണ പോലെ ഒട്ടിക്കുക, പിന്നെ ഇങ്ങനെ ആർട്ട് ഷേപ്പ് ആക്കണമെന്നെല്ലാം പറഞ്ഞത്. പക്ഷെ നമുക്ക് ഓൾറെഡി സ്കൂൾ മദ്രസ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഞാനാകെ ടയേർഡാകും. പിന്നെ ഞാൻ ചെയ്യണോ പിന്നെ തത്തിയുണ്ട്. പിന്നെ അങ്ങനെ ആയിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. ബട്ട് ഇങ്ങനെയെല്ലാം ചെയ്യേണ്ടത് നാളെ ബർത്ത്ഡേ അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ നിൽക്കുന്നത്. കുറച്ചധികം കഷ്ടപ്പെട്ടു. ഞാൻ ഈ നടക്കുന്നത് ഇങ്ങനെ നോക്കണം. ഞാൻ മറ്റേ ഈ മറ്റേ അതായത് ആർച്ചിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നുണ്ടോ പകുതി ഒരു മൊത്തം സൈഡ് മൊത്തം ഞാനായത്, ബാക്കി ഒരു സൈഡ് മൊത്തം ഉപ്പയോ പിന്നെ ഇത്തത് ഈ ഹാപ്പി ബർത്ത്ഡേ മാത്രമേ ഒട്ടിച്ചുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് ചെയ്താൽ. ഇത് ഞാൻ ഇത്രയ്ക്ക് സ്ലോയിലാക്കുക ഒന്നൊന്നര മണിക്കൂർ എടുത്തിട്ട് ചെയ്ത് എന്നിട്ട് ഏകദേശം കൊത്തുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തു വീഡിയോ ഓഫ് ചെയ്തു. സത്യം പറഞ്ഞാൽ മെമ്മറിയൊക്കെ ഫുള്ളായി. ഞാൻ ഈ ഫോൺ വെച്ചത് കുറച്ചതിന് ശേഷം ഞാൻ മറന്നുപോയി. കണ്ട ഞാൻ ടി വി ഒക്കെ കേട്ടോ. ഞാൻ പണിയെടുത്തിനി എന്നാൽ പിന്നെ കുറച്ച് നേരം ടി വി നോക്കി അങ്ങനെ ചെയ്ത് ഫൈനലൊക്കെ കാണണ്ടേ ഗൈസ്. ഇത് ഉപ്പ് ആയിക്കോട്ടെ, ഇത് ഞാൻ ആയിക്കോട്ടെ, ഇതെല്ലാം തൂക്കി വെച്ചാൽ അത്രയേ ഉള്ളൂ ഗൈസ്. എങ്ങനെയുണ്ട് നീ റേറ്റ് ചെയ്യുക? ഇപ്പം സമയത്ത് ഇപ്പം സമയം 12:39. ഇതാ ഗൈസ്. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു ഗൈസ്, കാരണം ഞാനത് ചെയ്തു. അതുപോലെ ഞാനൊരു അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാനിവിടെ ചോക്ലേറ്റ് ഒന്നും നമ്മൾ ഫുഡ് കഴിച്ചോട്ടോ ഗൈസ്. ടോബ്ലർ ഒന്നും നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ അതൊന്നും വീടെടുത്തിട്ടില്ല. ഇതൊക്കെ ബലൂണും പകുതി ഞാൻ തന്നെ ഊതിയ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഫുൾ ഇതെല്ലാം ആക്കിയത്. ഇപ്പോൾ 1 മണിയായി. എല്ലാവരും നല്ല ടയേർഡായി. നമ്മളിപ്പോൾ ഉറങ്ങാൻ പോവാണ്. ഇപ്പോൾ സമയം കൃത്യം 1:02. അപ്പോൾ നമുക്ക് കിടക്കാൻ പോകട്ടെ ഗൈസ്. എല്ലാവരും നല്ലോണം ക്ഷീണിച്ച്, ഞാൻ പ്രത്യേകിച്ച് ക്ഷീണിച്ച് കുറേ ഊതി കാറ്റൊക്കെ പോയല്ലേ. അപ്പോൾ ഞാനിനി ഉറങ്ങിയിട്ട് വരാം ഗൈസ്. പിന്നെ രാവിലെ എണീച്ച പാടെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ട് ഗൈസ്. ഞാൻ കുറച്ച് എന്തോ കൊടുക്കണം, എനിക്ക് അത്ര വലിയ ഐഡിയ ഉണ്ടായിട്ടില്ല, കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചൊരു വാച്ച് കൊടുക്കാം, അതൊന്നും അല്ല, അതൊന്നും തോന്നുന്നത്. ഞാനൊരു വാച്ചാണ് കൊടുത്തത്. അതും ഒരു റിങ്ങും. നമ്മൾ രണ്ടാളും രാവിലെ തന്നെ എണീറ്റപാട് കൊടുത്തു. കാരണം എന്താ വെച്ചാൽ കുറച്ച് നമുക്ക് എന്തോ കൊടുക്കുമ്പോൾ ഒരു രസമുണ്ടാവും. രാവിലെ തന്നെ എണീറ്റ് സർപ്രൈസ്ഡ് ആകുമ്പോൾ ഒരു രസമുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കൊടുത്തത്. ഞാൻ കൊടുത്തത് ഈ ഒരു വാച്ചാണ് കേട്ടോ. ഞാൻ കൊടുത്തത് ഇതുപോലത്തെ ഒരു ഗോൾഡൻ അല്ല, ഒരു എന്താ പറയുക. പിന്നെ ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് ലാസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്യാം. ഓക്കെ കേസ്. അപ്പോൾ ഞാൻ കൊടുത്തത് വാച്ചാണ്. അത് കൊടുത്തത് ഒരു റിങ്ങാണ് കേട്ടോ ഗൈസ്. ഒരു
ഞാൻ കാണിച്ചു കേട്ടോ ഗൈസ്. ഇതാണ്ടോ, ഈ ഒരു ഗിഫ്റ്റാണ്, ഈ ഒരു റിങ്ങാണ് കേട്ടോ അത് കൊടുത്തത്. എന്താ ഈ ഒരു റിങ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനിവിടെ പള്ളിയിൽ പോയി, പള്ളി വിട്ട് വന്നു. ആ സമയത്ത് വീഡിയോ എടുക്കാൻ ശേഷം കുറച്ച് ലേറ്റായി പോയി ഇറങ്ങിയ ശേഷം. അപ്പോൾ ഫോൺ എടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇതിന് തിരക്ക് എടുക്കാൻ വന്നേ. അപ്പോൾ ഞാൻ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഫോട്ടോസ് എടുക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യണം. നമുക്ക് അവരവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ സമയം 9:09. ഫുഡിങ് കഴിക്കാനായിട്ട്. ഫുഡിങ് അല്ല, ഫ്രൂട്ട്സ് സലാഡ്. ഇതാണ് കേട്ടോ ഗൈസ് കേക്ക്. ഇത്താതെ പറഞ്ഞ അതേ ഡിസൈനിൽ ശതമാനം നമുക്ക് ചെയ്ത് തന്നിട്ട് ഇത്താതൻ്റെ ഒരു ആഗ്രഹം നിറയണം, അതുപോലെ തന്നെ കിട്ടീനി ഗൈസ്. ഇപ്പോഴാണ് കേക്ക് കട്ടിങ് കഴിഞ്ഞത്. അപ്പം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഫുഡ് ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗൈസ് പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് എന്താ ഓർഡർ ചെയ്തത് എനിക്ക് ശരിക്കും ഓർമ്മയില്ല, കാരണം ഇതാണ് ബർത്ത്ഡേ April 11 ഇപ്പം ഇന്നത്തെ ഡേറ്റ്. ഇന്നിപ്പോൾ മെയ് ആയിട്ടുണ്ട്. അപ്പം എന്താണ് എനിക്കങ്ങനെ അറിയില്ല കേട്ടോ ഗൈസ്, എന്താണെന്ന് എനിക്കറിയില്ല. ഫുഡ് സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഗ്രിൽ ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ഈ ചിക്കൻ ഇതുപോലത്തെ ഉണ്ടായിരുന്നു, പിന്നെ അതിന് താഴെയുള്ള അത് കണ്ടു അതുപോലെ ഉണ്ടായിരുന്നു, പിന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം എല്ലാ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. കാരണം ഒരാൾക്ക് ഇതാണ് ഇഷ്ടമാണെങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെടാറ്, അങ്ങനെ കേട്ടോ ഗൈസ് നമ്മൾ ഒരു രീതി. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മളത് വേണ്ടി നമുക്ക് ഓർത്ത് ടേസ്റ്റ് ചെയ്യാം, ഓർത്ത് ഇല്ലെങ്കിൽ ഓർക്ക് നമ്മളത് ടേസ്റ്റ് ചെയ്യാം, അങ്ങനെ നമ്മൾ ചെയ്യാം കേട്ടോ ഗൈസ്. നല്ല രസമാണ്. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. ബൈ ഗൈസ്, ബൈ മാം, ബൈ യാന, ബൈ. എടുക്ക